അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഓടിമടക്കുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് നന്നാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും പ്രഭാതത്തിൽ അൽഹംദുലില്ലാഹ് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്ന, നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ കടന്നു വരുന്ന ഒരു ചിന്തയാണ് കണ്ണേർ എന്നുള്ളത്. കണ്ണേർ സത്യമാണോ? ഈ കണ്ണേർ കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യണം? നമ്മുടെ വീടുകളിൽ പഴയ ഉമ്മുമ്മമാർ, വല്യുപ്പമാർ, വല്യുമ്മമാർ തലയിലേക്ക് ഉപ്പും മുളക് കടുകൊക്കെ വെച്ച് ഇങ്ങനെ ഒഴിഞ്ഞ് അടുപ്പിലേക്ക് ഇടാറുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് തുടങ്ങിയുള്ള ഒരു പിടി അറിവുകളാണ് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം കൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ കണ്ണേർ രണ്ട് വിധമാണ്. ഒന്ന്, തീരെ ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ, കണ്ണേർ തീരെ ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ. മറ്റൊന്ന്, എന്ത് വന്നാലും കണ്ണേർ എന്ന് കരുതുന്നവർ. രണ്ട് രീതിയിലാണ് ആളുകൾ ഉള്ളത്. ഒന്ന്, കണ്ണേർ തീരെ ഇല്ല, അത് അന്ധവിശ്വാസമാണ്, അങ്ങനെ ഇല്ല എന്ന് കരുതുന്നവർ. മറ്റൊന്ന്, എന്ത് വന്നാലും, ഒരു തലവേദന, ഒരു മുട്ടുവേദന, ഒരു വാഹനാപകടം, എന്ത് വന്നാലും അത് കണ്ണേറാണ് എന്ന് കരുതുന്ന ചില ആളുകൾ. ഇത് രണ്ടിലും നമ്മൾ പെടാൻ പാടില്ല. ഇത് രണ്ടിനും ഇടയിലുള്ള ഒന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. നബി തങ്ങൾ പറഞ്ഞു, ഇനി നമ്മൾ ചർച്ച ചെയ്യുക, ഈ കണ്ണേർ ഉണ്ടോ? അത് സത്യമാണ്. നബി തങ്ങൾ പറഞ്ഞു, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ ഖബറിലേക്ക് എത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ഒരു ഹദീസിന്റെ ആശയത്തിൽ കാണാം, എന്റെ ഉമ്മത്തിൽപ്പെട്ട അധികം ആളുകളും മരണപ്പെടുന്നത് അത് കണ്ണേർ ബാധിച്ചിട്ടായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങനെയാണ്. കണ്ണേർ ഒരു അത്ഭുതമാണ്. അത് ചില ആളുകള്, നമുക്ക് നമ്മുടെ ശരീരത്തോട് തന്നെ കണ്ണേറുണ്ടാവും, മറ്റൊരാളിൽ നിന്നൊന്നും വേണ്ട, നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ കണ്ണേറുണ്ടാവും. അതങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ നല്ലൊരു വസ്ത്രം ധരിച്ചു, നമ്മൾ നന്നായി പാട്ട് പാടി, അല്ലെങ്കിൽ നമ്മൾ നന്നായി ഒന്ന് എഴുതി, നമ്മൾ നന്നായി ഒന്ന് പഠിച്ചു, ഓ കൊള്ളാലോ ഞാൻ എന്ന ചിന്ത, നമ്മൾ നന്മ ആഗ്രഹിച്ചിട്ടാണ് നമ്മളത് ചെയ്താൽ പോലും അത് കണ്ണേറായി മാറും. അപ്പൊ നമ്മൾ ഒരാളെ കണ്ടു, വസ്ത്രം ധരിച്ചു, അത് കൊള്ളാലോടാ, നമ്മൾ ആ മനുഷ്യന്റെ നന്മയാണ് ഉദ്ദേശിച്ചത്, നമ്മൾ നന്മയാണ് ഉദ്ദേശിച്ചത്, അടിപൊളിയായിട്ടുണ്ടല്ലോ, അത് ചിലപ്പോൾ കണ്ണേറായി മാറാം. അതെങ്ങനെയാണ് ഉസ്താദ് അങ്ങനെ വരുന്നത്? നന്മയല്ലേ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഞാൻ ആ സംഭവം പറഞ്ഞുതരാം. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്തിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് മഹാനായ സഹ്ൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു. നല്ല ഗ്ലാമറുള്ള, മൊഞ്ചുള്ള ഒരു സ്വഹാബിയാണ് ആര്? സഹ്ൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ സഹ്ൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരനും കൂടി, മറ്റൊരു സ്വഹാബിയാണ്, ആ കൂട്ടുകാരനും കൂടി കുളിക്കാൻ വേണ്ടി പോയി. ഒരു കുളത്തിൽ കുളിക്കാൻ വേണ്ടി പോയി തന്റെ വസ്ത്രങ്ങളൊക്കെ മാറി, കമീസൊക്കെ അഴിച്ചു വെച്ചു, ഔറത്ത് മറച്ച് കുളിക്കാൻ വേണ്ടി അങ്ങനെ ഇറങ്ങിയപ്പോ, ആ വസ്ത്രങ്ങൾ ഇങ്ങനെ മാറ്റിയപ്പോ ശരീരത്തിന്റെ അംഗലാവണ്യം, ശരീരത്തിന്റെ ആ ഒരു മസിലും ആരോഗ്യം കണ്ടിട്ട് ഈ സ്വഹാബി പറഞ്ഞു, നീ ആരോഗ്യമുള്ള ആളാണല്ലോ, നല്ല റാഹത്താണല്ലോ നിന്റെ ശരീരം, നല്ല ആഫിയത്തുണ്ടല്ലോ എന്ന് വെറുതെ ഒന്ന് പറഞ്ഞതാണ്. ആ സഹോദരൻ, ആ സ്വഹാബി സഹ്ൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു കുഴഞ്ഞു വീണുന്ന നബിതങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നബിതങ്ങൾ ആ സഹ്ൽ ഇബ്നു ഹുനൈഫ് തങ്ങളുടെ കൂടെ കുളിക്കാൻ പോയ സ്വഹാബിയെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, നീ എന്തിനാ നിന്റെ കൂട്ടുകാരനെ കൊല്ലാൻ പോയെന്നാണ്? നീ എന്തിനാ നിന്റെ കൂട്ടുകാരനെ കൊല്ലുന്നതെന്നാണ്. അതിനർത്ഥം സ്വന്തം നാവ് കൊണ്ട് പോലും നന്മ ആഗ്രഹിച്ചാലും അത് കണ്ണേറായി ചിലപ്പോൾ മാറാം. അതിനെന്താണ് പ്രതിവിധി? ഇൻഷാല്ലാഹ് വരുന്ന വഴി പറയുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ എന്തിനെല്ലാം ഈ കണ്ണേർ ബാധിക്കും? ഈ കണ്ണേർ വേഗം പറഞ്ഞു പോട്ടോ, വലിയ വിശാലമായ ചർച്ചയാണ്. ഞാനിങ്ങനെ വലിച്ചു നീട്ടി പരത്തി പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേഗം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞു പോവാൻ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇനി എന്തിനെല്ലാം ഈ കണ്ണേർ ബാധിക്കും കേട്ടോളി. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ ബാധിക്കും, ശരീരത്തിന് കണ്ണേർ ബാധിക്കും. രണ്ട്, മക്കളിൽ കണ്ണേർ ബാധിക്കും. മൂന്ന്, കുടുംബത്തിൽ ബാധിക്കും. നാല്, വീട്ടിലെ കണ്ണേർ ബാധിക്കും. അഞ്ചാമത്തെ, സ്ഥാപനങ്ങളിൽ ബാധിക്കാം. ആറാമത്തത് വാഹനങ്ങളിൽ. ഏഴാമത്തെ, വസ്ത്രങ്ങളിൽ. എട്ടാമത്തെ, നമ്മുടെ പെർഫോമൻസുകൾ, പാട്ട്, എഴുത്ത്, വായന, പഠനം, അതൊക്കെ സംഭവിക്കാം. അത് മറ്റൊന്ന്, സൗന്ദര്യം. ഈ കാര്യങ്ങളിലെല്ലാം എന്തുണ്ടാകും? ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ അഖില മിഖില മേഖലകളിലെല്ലാം എന്തുണ്ടാകും? നമുക്ക് കണ്ണേർ ബാധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അതിലുണ്ടത് സത്യമാണ്, നമ്മൾ വെറുതെ തള്ളിക്കളയണ്ട. അത് നബിതങ്ങൾക്ക് കണ്ണേർ ബാധിച്ചിട്ടുണ്ടല്ലോ, പിന്നെന്താ നമുക്ക് ബാധിക്കാൻ? അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, ഇതിന്റെ അടയാളം എങ്ങനെയാണ്? ഇതൊക്കെ ശരി തന്നെ, നിങ്ങൾ പറയണം കണ്ണേർ ബാധിക്കും, ഇതൊക്കെ ശരി. പക്ഷെ നമുക്കുണ്ട് എന്നെങ്ങനെ അറിയാം? നമുക്ക് ബാധിച്ചു എന്നെങ്ങനെ തിരിച്ചറിയാം? അതിനും മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഒന്നാമത്തെ അടയാളം അകാരണമായ ക്ഷീണം. ഒരു ബുദ്ധിമുട്ടും ഇല്ല,
ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവും ഇല്ല, ആരോഗ്യം ആഫിയത്തൊക്കെ ഉണ്ട്. എപ്പോഴും ക്ഷീണം, ഒരു തളർച്ചയാണ്, എഴുന്നേക്കാൻ പറ്റണില്ല, ഒരു ഉന്മേഷമില്ല, ഒരു ക്ഷീണമാണ്. അത് കണ്ണേറിന്റെ അടയാളമാണ്. 2, എപ്പോഴും മൂഡ് ഓഫ്, ഒരു സന്തോഷമില്ല, ഇങ്ങനെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ സാഡായിട്ടിരിക്കുക, സങ്കടമായിട്ടിരിക്കുക, അത് കണ്ണേറിന്റെ അടയാളമാണ്. 3, എപ്പോഴും കോട്ടുവ ഇടുക, ഉറക്കം വരുമ്പോ കോട്ടിടുന്നല്ല, എപ്പോഴും കോട്ടുവ, അത് കണ്ണേറിന്റെ അടയാളമാണ്. അതോടൊപ്പം 4-മത്തെ പറഞ്ഞു, കച്ചവട സ്ഥാപനങ്ങളിലേക്ക് പോകാൻ പറ്റണില്ല. നമ്മൾ ഇന്ന് സ്ഥാപനത്തിൽ രാവിലെ കട തുറക്കാൻ പറ്റണില്ല, ഒരു മടി. അതുപോലെ എവിടെയെങ്കിലും പോകാൻ, സ്കൂളിൽ പോകാൻ, ട്യൂഷന് പോകാൻ ഒരു മടി. എന്നാൽ ട്യൂഷന് പോകാൻ മടിയുള്ള കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ കണ്ണേറാണെന്ന് പറയരുത് കേട്ടോ. അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടി ഒരു സുപ്രഭാതത്തിൽ ടക്കൻ അങ്ങ് പോവാൻ നിൽക്കാണ്, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ഒരു കുട്ടി ഒരു ദിവസം കിടന്ന് ഉറങ്ങാണ്, അവന് മടിയാണ്. അപ്പൊ ഉമ്മ ഓ നിനക്ക് കണ്ണേറേറ്റടാ എന്ന് പറയരുത് കേട്ടോ. അത് അങ്ങനത്തെ കാര്യമില്ല. സ്ഥിരമായി നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പഠിക്കാതിരിക്കുക, പോകുന്ന ആൾ എപ്പോഴും പോകും, എന്നും കടയിൽ പോകും, ഒരു ദിവസമല്ല 2 ദിവസമല്ല, അങ്ങനെ സ്ഥിരമായി അങ്ങ് പോകാതിരിക്കുക, അത് കണ്ണേറിന്റെ അടയാളമാണ്. അതോടൊപ്പം തന്നെ വീട്ടിൽ കയറുമ്പോ അസ്വസ്ഥത, നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കുഴപ്പമില്ല, വീട്ടിൽ വരുമ്പോൾ അസ്വസ്ഥത, അത് കണ്ണേറിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ വരുമാനത്തിൽ കുറവ് സംഭവിക്കുക, വരുമാനം ഇടിയുക, അതുപോലെ വാഹനം എപ്പോഴും വഴിയിലാവുക, എപ്പോഴും തട്ടും മുട്ടും ഒക്കെയാണ്, അത് സിഹറാണ്, അത് കണ്ണേറാണ്. സിഹർ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു രീതിയാണ്, അത് മറ്റൊരു ക്ലാസ്സിൽ പറയാം. കണ്ണേറാണ് എപ്പോഴും ഇങ്ങനെ വാഹനം തട്ടുക, എപ്പോഴും പണിയാവുക. അതുപോലെ കുടുംബത്തിൽ എപ്പോഴും വഴക്ക്, ഭാര്യ ഭർത്താവ് ഒന്ന് പറഞ്ഞ് 2 വഴക്കാണ്, എപ്പോഴും വഴക്ക്, ഒരു കാരണമൊന്നുമില്ല, ഒരു കാരണമല്ല, എപ്പോഴും വഴക്ക്, അത് കണ്ണേറാണ്. അതോടൊപ്പം തന്നെ പഠനത്തിൽ താല്പര്യം കുറവ് കാണിക്കുക, സൗന്ദര്യത്തിലെ പെർഫോമൻസിലെ പ്രശ്നം. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്, നല്ല സൗന്ദര്യമാണ്, മുഖത്ത് കുറെ പുള്ളികൾ വരിക, കുരു വരിക, പാട് വരിക, മുഖം ഇങ്ങനെ കറുത്തിരുണ്ടുക, ഇതൊക്കെ കണ്ണേറിന്റെ അടയാളമാണ്. അതോടൊപ്പം തന്നെ തക്കതായ കാരണമില്ലാതെ രോഗം, എപ്പോഴും രോഗം, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു പനി, മഴ നനഞ്ഞില്ല, ഒരു ബുദ്ധിമുട്ട്, എപ്പോഴും പനി വരിക, അങ്ങനെ മുട്ടുവേദന, അങ്ങനെ കാരണമില്ലാതെ രോഗം വരിക. ടെസ്റ്റുകളൊക്കെ നോർമലാണ്, ടെസ്റ്റുകളും സ്കാനുകളൊക്കെ നോർമലാണ്, പക്ഷെ എപ്പോഴും രോഗമാണ്. ഇതെല്ലാം എന്താണ്? അതുപോലെ എപ്പോഴും ചെവി മൂളുക, എപ്പോഴും ചെവി മൂളുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു അവയവങ്ങൾ മൂളുന്ന വീഡിയോ, അത് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ അവയവങ്ങളും മൂളിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോ ഉണ്ട്, നമ്മൾ താഴെ കമന്റ് ബോക്സിൽ നോക്കിയാൽ അതിന്റെ വീഡിയോ കാണും, നമ്മൾ ചാനൽ നോക്കിയാൽ മതി. അതോടൊപ്പം തന്നെ എപ്പോഴും കൈകാലുകൾ കടച്ചിൽ, എപ്പോഴും കൈകാലുകൾ കടച്ചിലുണ്ടാവുക, ഇതെല്ലാം കണ്ണേറിന്റെ അടയാളമാണ്, കണ്ണേറിന്റെ അടയാളമാണ്. ഇനി എന്താണ് പ്രതിവിധി? ഉസ്താദേ, നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ വല്യുമ്മമാർ മുളകും ഉപ്പും കടുകൊക്കെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് തലയിൽ ഇങ്ങനെ ഒഴിയും, ആന്റി ക്ലോക്ക് രീതിയിൽ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് അടുപ്പിലിടും. അങ്ങനെ അടുപ്പിലിടുമ്പോ അത് ദുർഗന്ധം വരികയാണെങ്കിൽ, ആ മുളകിന്റെ ദുർഗന്ധം വരികയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതല്ല ഒന്നുമില്ല എങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ പറയാൻ എന്തൊരു വാസ്തവമുണ്ടോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ അടുപ്പിൽ കടുകും മുളകും ഉപ്പും ഇടുന്നത് ഇസ്ലാമിക വിധിയല്ല, അതങ്ങനെ ഇല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന ഉത്തരം ശ്രദ്ധയോടെ കേൾക്കുന്നുട്ടാ, അങ്ങും ഞാൻ കേട്ടിട്ട് മറുപടി നിങ്ങൾ കേൾക്കരുത്. ഇതിന് വിശാലമായ അർത്ഥം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഉപ്പും മുളകും കടുകും തലയിൽ ഒഴിഞ്ഞ് അടുപ്പിലിടൽ, അത് മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നൊരു മാതൃകയാണ്. അതിൽ ഇസ്ലാമിൽ അടിസ്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അത് ചെയ്യുന്നയാളിന്റെ മനസ്സിന്റെ യക്കീനാണ്, അത് ചെയ്യുന്നയാളിന്റെ മനസ്സിന്റെ നീയത്താണ്. എന്ന് പറഞ്ഞാൽ അഗ്നിദേവൻ എന്ന് പറയുന്ന ഇതര സമുദായ സഹോദരങ്ങളുടെ ഒരു ആരാധന മൂർത്തിയാണ് അഗ്നിദേവൻ. ആ ദൈവമാണ് നമുക്കിതെല്ലാം ശരിയാക്കി തരുന്നത് എന്ന നീയത്താണെങ്കിൽ അത് കുഫിരിയത്താണ്, ചെയ്യാൻ പാടില്ല. അതല്ല മുൻഗാമികളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് അള്ളാഹുവാണ് ശിഫയാക്കുന്നത്, അങ്ങനെ ഇട്ടത് കൊണ്ട് ദോഷം മാറും എന്നുള്ള ഒരു നീയത്താണെങ്കിൽ പ്രശ്നമില്ല. നീയത്താണ് അവിടെ മനസ്സിലാക്കാനുള്ളത്, പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ നീയത്താണെങ്കിൽ എന്റെ അസുഖങ്ങളൊക്കെ മാറട്ടെ, കണ്ണേറുകളൊക്കെ മാറട്ടെ എന്ന് നീയത്തത് അപ്പൊ ഓതുന്ന നമ്മൾ മന്ത്രിക്കാറുണ്ട്, ഫാത്തിഹയും സൂറത്തൊക്കെ നമ്മൾ ഓതാറുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല, അത് പ്രശ്നമില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന മാതൃക എന്തെങ്കിലും ഉണ്ട്, മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃകയാണ്. ഇനി നബിതങ്ങൾ എന്തെങ്കിലും നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃകയുണ്ടോ? ഉണ്ട്. ഒന്നാമത് ചെയ്യാനുള്ളത് റബ്ബിനെ മുൻനിർത്തി ബറക്കത്തിന് വേണ്ടി ചോദിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്ത്രം ധരിച്ചു, നല്ലൊരു വസ്ത്രം ധരിച്ചു, ഒരുങ്ങിയപ്പോ കൊള്ളാം, നമ്മൾ അടിപൊളിയായിട്ടുണ്ടല്ലോ, നമ്മൾ തന്നെ മനസ്സിൽ പറയാം കണ്ണേറ് വരും. അപ്പൊ നമ്മൾ പറയണം ബാറക്കല്ലാ, ബാറക്കല്ലാ, അല്ലാഹു ബാറക്കല്ലാ, മാഷാ അല്ലാ നമ്മൾ പറഞ്ഞിരിക്കണം. നമ്മൾ വീടൊക്കെ പണിയുമ്പോൾ വെറുതെ ഫ്ലെക്സ് മാഷാ എന്ന് എഴുതി വെച്ചാൽ പോലെ എന്താണെന്ന് മനസ്സിലാക്കണം. മാഷാ അല്ലാ, അറബികൾ കണ്ടിട്ടില്ലേ, എന്ത് പറഞ്ഞാലും മാഷാ അല്ലാ, ബാത്റൂമിൽ പോയതാ മാഷാ അല്ലാ, ബാത്റൂമിൽ പോയതാ തബാറക്കല്ലാ, അതൊക്കെ ഒരു പറയും. അതെന്താ അവരങ്ങനെ ശീലിച്ചു പോയി, അവർക്ക് കണ്ണേറ് വരെ കുറവാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞാൽ ഒരാളെ കണ്ട് നല്ല വണ്ടി, നമ്മൾ അവനെ കൊല്ലരുത്. നിബിതങ്ങള് സഹ്ലിഫിന് ഹുനൈഫ് തങ്ങളെ സ്വഹാബിയോട് ചോദിച്ചതുപോലെ നമ്മൾ കാരണം ആരെയും കൊല്ലരുത്. നമ്മൾ പറഞ്ഞേക്കാം ബാറക്കല്ലാ, മാഷാ അല്ലാ, റാഹത്തായിട്ട്
കേട്ടോ, അള്ളാനെ മുൻനിർത്തി വേണം പറയാൻ. ഒരു കുട്ടി ഒരുങ്ങി വന്നു, നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, മാഷാ അല്ലാ നമ്മൾ പറയുക, മാഷാ അല്ലാ തബാറക്കല്ലാ ബാറക്കല്ലാ എന്ന് നമ്മൾ പറഞ്ഞിരിക്കണം. എപ്പോഴും നമ്മുടെ വാലിത് ഉണ്ടാകണം. നമ്മളൊരു കറി വെച്ചു, ടേസ്റ്റ് നോക്കി, കൊള്ളാം, അടിപൊളി, പോരാ, മാഷാ അല്ലാ ബാറക്കല്ലാ തബാറക്കല്ലാ, ഇത് നമ്മൾ പറഞ്ഞിരിക്കണം. രണ്ടാമത്തത് സുബഹി കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും ഫാത്തിഹയും ആയത്തുൽ കുർസിയും ഒരു വട്ടമെങ്കിലും ഓതിയിരിക്കണം. എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും ഒരു ആയത്തുൽ കുർസി, ഒരു ഫാത്തിഹ നമ്മൾ ചൊല്ലാനുള്ള ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ഓതി കയ്യിലേക്ക് ഊതി ശരീരം മുഴുവൻ തടകിയേക്കുക, വലിയ ബറക്കത്താണ്. അതോടൊപ്പം മൂന്നാമത്തത് മഹാരഥന്മാരെ നിബിധങ്ങൾ പഠിപ്പിച്ചതാണ്, രാവിലെയും വൈകുന്നേരം സുബഹി നമസ്കാരം കഴിഞ്ഞും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞും ഇഖ്ലാസും അബദത്തൈനും പതിവാക്കുന്നവരാകുക. 3 തവണ ഓതുക, കയ്യിലേക്ക് ഊതുക, ശരീരം മുഴുവൻ തടവുക. അപ്പൊ ഫാത്തിഹ, ആയത്തുൽ കുർസി, അതോടൊപ്പം ഇഖ്ലാസ് മുഅബ്ബദത്തിന് ഇതൊക്കെ ഓതുക. അതോടൊപ്പം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. നമുക്ക് എല്ലാവർക്കും അറിയാം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന ആ ദിക്ർ ഒരു 3 വട്ടം ഓതുക, ശരീരത്തിൽ തടവുക. അതോടൊപ്പം അഊദു ബി കലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ, അത് നമുക്കറിയാം, അത് 3 വട്ടം ഓതി ശരീരത്തിൽ തടവുക. അതോടൊപ്പം ഒരു പ്രാർത്ഥന കൂടി നിബന്ധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്? അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി. ഒന്നുകൂടി കേട്ടോ, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി. ഇതൊരു 3 വട്ടം ഓതി എപ്പോഴും നമ്മൾ ശരീരത്തിൽ ഊതിയിട്ട് ശരീരം മുഴുവൻ തടവുക. അത് വലിയ ബറക്കത്താണ്. അതോടൊപ്പം മറ്റൊരു പ്രാർത്ഥന നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദത്തിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക. ഒന്നുകൂടി കേട്ടോ, ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദത്തിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക. എൻ്റെ പ്രിയമുള്ള എല്ലാ ദിവസവും നമ്മുടെ മക്കളെ ദുആ പഠിപ്പിക്കണം, നമ്മളിത് പഠിച്ചിരിക്കണം. ഈ ദുആ നബിതങ്ങൾക്ക് കണ്ണേറ് ബാധിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. ഇത് കൈ ഊതിയിട്ട്, കൈവെള്ളയിലേക്ക് ഊതിയിട്ട്, ഇഷ്ഫി എന്ന് പറഞ്ഞ ശരീരത്തിലേക്ക് ഊതിയിട്ട് നമ്മുടെ ശരീരം മുഴുവൻ ഒന്ന് തടവുക. അതൊരു വലിയ ബറക്കത്താണ്. ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്തതാണ്. എന്താണ്? അല്ലാഹുമ്മ പടച്ചവനെ, എല്ലാ ബുദ്ധിമുട്ടും ഇടങ്ങേറുകളും കണ്ണേറുകളും സിറുകളൊക്കെ നീ മാറ്റിത്തരണം പടച്ചവനെ, നീയാണ് എല്ലാ കെട്ടുകളെയും അഴിക്കുന്നവൻ എന്നർത്ഥം പറഞ്ഞ് ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലിയിരിക്കണം. അതോടൊപ്പം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ കണ്ണേറ് ബാധിച്ചാൽ, നമ്മുടെ ശരീരത്തിനാണ്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ വാഹനത്തിൽ കണ്ണീർ വരാതിരിക്കാൻ, വന്നത് മാറാൻ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. നമുക്കറിയാം അസ്ഹാബുൽ കഹഫ്, അസ്ഹാബുൽ കഹഫിന്റെ പേര്, അതുപോലെ നായയുടെ പേര് ഖത്മീർ എന്ന നടുവിൽ എഴുതി ഒരു റൗണ്ട് വരച്ചതിന് ചുറ്റും ആ 7 പേരുകൾ എഴുതിയേ വീട്ടിൽ സൂക്ഷിക്കുക. എഴുതി സൂക്ഷിക്കണം, ഫോട്ടോ സൂക്ഷിച്ച പോലെ നമ്മൾ എഴുതി സൂക്ഷിക്കണം, അതാണ് അതിന് ബലം ഉണ്ടാവുള്ളൂ. മറ്റൊന്ന് ആയത്തുൽ കുർസി എഴുതും. നമ്മൾ ഫോട്ടോ, നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ആയത്തുൽ കുർസി ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പോരാ, നമ്മൾ കൈപ്പടവിൽ അതിന്റെ അക്ഷരത്തെറ്റില്ലാതെ നോക്കി എഴുതി വീട്ടിൽ വെച്ചാൽ കണ്ണേറ് വരൂല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാം. അതോടൊപ്പം എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, തലവേദന വന്നു, നമ്മൾ മന്ത്രിക്കും. നമ്മൾ എന്ത് ചെയ്യും? മന്ത്രിക്കും. നമുക്ക് സ്വയം മന്ത്രിക്കാം, നമുക്കും മന്ത്രിക്കാം എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് മന്ത്രവാദം തുടങ്ങണം, തങ്ങളുമ്മാണ് ജിന്നുമ്മ എന്ന് പറഞ്ഞിരിക്കണമെന്നല്ല. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, ആമന റസൂൽ, ലൗ അൻസൽന തുടങ്ങുന്ന ആയത്ത്, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വദത്തൈനി, അതുപോലെ ഏതെങ്കിലും ഒരു സ്വലാത്ത്, അതോടൊപ്പം വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ഹുമസ എന്ന ഈ സൂറത്ത്, ഇതെല്ലാം ഓതി ഇഷ്ഫി എന്ന് പറഞ്ഞ് ശരീരത്തിൽ ഊതി ശരീരം മുഴുവനും തടകിയാൽ, മക്കൾക്ക് രാത്രി പല്ലുവേദനയാണ്, മക്കൾക്ക് രാത്രി വയറുവേദനയാണ്, മക്കൾക്ക് ഒരു തലവേദന വന്നു, നമ്മൾ ഈ സൂറത്തുകളൊക്കെ ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ ശരീരത്തിൽ ഊതിയാൽ ഇൻഷാ അള്ളാന്റെ വേണ്ടുകൾ കൊണ്ട് അള്ളാഹു ഷിഫയാക്കി തരുമെന്ന് മഹാരഥന്മാർ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം. സമയം അതിക്രമിക്കുന്നത് കൊണ്ട് ഞാൻ വേഗം നിർത്താം. ഈ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് കണ്ണേറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ സിഹറുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ പഠിക്കാനുണ്ട്. അള്ളാഹു ഭാഗ്യം തരട്ടെ. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമന്റിലൂടെ എഴുതി ചോദിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന അഭിപ്രായങ്ങൾ, നിങ്ങളുടെ എല്ലാ വീഡിയോകളും കാണാം, അഭിപ്രായം കാണുമ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് കമന്റിലൂടെ. അപ്പോൾ നമുക്കത് മനസ്സിലാവില്ല, ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ഇന്ന കാര്യങ്ങൾ പറയണം, അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. നിങ്ങൾ വെറുതെ കണ്ടുപോകാതെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ്. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ ഒരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതോടൊപ്പം ഇൻഷാ അള്ളാഹ് നിങ്ങൾ എല്ലാവരും രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. എല്ലാവരും എത്തണം. മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജ്ലിസാണ്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രധാനിക്കുമാറാകട്ടെ. പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.